എല്ലാം ഉണ്ടോ? ആ, പൊളിച്ച് പൊളിച്ച്. മാന്തല് മാന്തല്. അതാണ് അതാണ് ബാസിച്ചേർന്ന് കിട്ടിയ തെരണ്ടിയാണ്ടോ. നമ്മൾ കിടു എടുക്കുന്നതിനൊക്കെ ട്രിക്ക് ഉണ്ടല്ലേ? അല്ലെങ്കിൽ മുള്ളുള്ളൂ അല്ലേ? നമുക്ക് ഇവിടെ ഒരു തെരണ്ടി കുഞ്ഞിനെ കിട്ടിയതാ. അതിനെ നമ്മൾ വിടാൻ പോവുകയാണ്. ജീവനുള്ളതാണ്, ചെറുതാണ്, അത് കുഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ വാലിൽ മുള്ളുണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കണം, അല്ലെ ഇതിൻ്റെ മുള്ള് നമ്മുടെ മേത്ത് കൊള്ളും. ശങ്കരണം വീശി കൊണ്ട് വരുവാണ്. എന്നാ അല്ല ഉണ്ടാ ഇല്ലേ? കൊഞ്ചുണ്ടല്ലോ. മാന്തലുണ്ട്, മാന്തലുണ്ട്. ഇഷ്ടം പോലെ വീശിയറാണ്. അതെ, കിട്ടുന്നുണ്ടോ? ഉണ്ടോ? അയ്യവാ, മാന്തല് മാന്തല് മാന്തല്. ഇവിടെ നല്ല അടിപൊളി വെയിലാണ്. നമ്മുടെ മുടിയൊക്കെ ചുട്ട് പഴുത്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വീശുകാറുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വീശുകാറുണ്ട്. ഇതാ, നമുക്ക് വെയിൽ കൊണ്ടിട്ട് കണ്ണ് ഉറക്കാൻ പോലും വയ്യ. തുടങ്ങ വീശ്. അയ്യവാ, അതെ, ശങ്കരനെ വീശാൻ പോവാണ്. നമ്മൾ കൂടെ പോവാണ്. ശങ്കർ ഫോട്ടോഗ്രാഫി. അതാട്ടെ, വെള്ളം ഇങ്ങോട്ട് കയറിയോ? വലിയ തിരയില്ല, വെള്ളം കയറി വരുവാണ്. അണ്ണൻ അങ്ങ് ഉള്ളിലോട്ട് പോവാണ് വീശാനായിട്ട്. ഈ ചെരുപ്പ് നനഞ്ഞ്. അണ്ണൻ അങ്ങോട്ട് പോവാണ്. എൻ്റെ പൊന്നോ, അത്രയും ദൂരെയൊക്കെ പോയിട്ടാണ് വല വീശുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ പോയാൽ തലകറങ്ങി താഴെ വീഴും. ഇതാ, അത്രയും ദൂരെ പോയിട്ടാണ് അവർ വീശുന്നത്. ഇതാ, ഞാൻ നിൽക്കുന്നത് നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു 100 മീറ്ററോളം അപ്പുറം ദൂരമുണ്ട്. അപ്പുറത്ത് അത്രയും ദൂരെ പോയിട്ടാണ് അവർ വീശുന്നത്. നമുക്ക് ഇവിടെ ഒരു തെരണ്ടി കുഞ്ഞിനെ കിട്ടിയതാ. അതിനെ നമ്മൾ വിടാൻ പോവുകയാണ്. ജീവനുള്ളതാണ്, ചെറുതാണ്, അത് കുഞ്ഞാണ് കേട്ടോ, ചെറുത്. അപ്പോൾ നമ്മളതിനെ വിടാൻ പോവുകയാണ്. അങ്ങ് ദൂരെ പോയേക്കുവാണ്. ഓക്കെ, എന്താ വീശിയിട്ട് വരുന്നുണ്ട്, എന്തോ തിളങ്ങുന്നുണ്ട്. എന്താ കിട്ടിയെന്നറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തോ തിളങ്ങുന്നുണ്ട്. എന്നാ എല്ലാം ഉണ്ടോ? ആ, പൊളിച്ച് പൊളിച്ച്. മാന്തല് മാന്തല് മാന്തലുണ്ട്. ദാണ്ട മാന്തല് മാന്തല് മാന്തല്. കിടു ആമന്തേ വീശിക്കഴിഞ്ഞ് കരയിലോട്ട് വന്നു. നമുക്ക് നോക്കാം. വല്ലതും ഉണ്ടോ? എന്തേ? ഓ, ആ, നമുക്ക് ഇവിടെ ഒരു തെരണ്ടി കുഞ്ഞിനെ കിട്ടിയതാ. അതിനെ നമ്മൾ വിടാൻ പോവുകയാണ്. ജീവനുള്ളതാണ്, ചെറുതാണ്, അത് കുഞ്ഞാണ് കേട്ടോ, ചെറുത്. അപ്പോൾ നമ്മളതിനെ വിടാൻ പോവുകയാണ്. ഇതിൻ്റെ വാലിൽ മുള്ളുണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കണം, അല്ലെ ഇതിൻ്റെ മുള്ള് നമ്മുടെ മേത്ത് കൊള്ളും. നമുക്കിതാ ഇവിടുന്ന് നേരെ ഈ ഒഴുക്കിൽ കടലിലോട്ട് അങ്ങ് പൊക്കോളും. നമ്മളതിനെ വിടുവാണ്. ഇതാ, നമ്മളതിനെ വിട്ടു. ഇതാ പോവും. അപ്പോൾ നമ്മൾ ആ തെരണ്ടി കുഞ്ഞിനെ വിട്ടു. അത് അങ്ങനെ പോയി. ഇപ്പം നമ്മൾ വീശിക്കൊണ്ടിരിക്കുകയാണ്.
അല്ലയോ ഇഷ്ടം പോലെ വീശുകാരാട്ടോ, ഇഷ്ടം പോലെ വീശുകാരാണ്. ഇഷ്ടം പോലെ കൊഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കൊഞ്ച് ഏകദേശം ഇപ്പോൾ ഇത്രയും കിട്ടിയുണ്ടോ. ഇതാണ്ട് മാന്തൽ 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 ഐ അവിടെ ചെറിയ മാന്തൽ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ്ടേ നങ്കയാണോ? ഇതിന്റെ ചെറുതല്ലേ എന്നാ, ഇതിന്റെ ചെറുതല്ലേ എന്നാ ഇത് നമുക്ക് ചെറിയൊരു മാന്തലം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത് ഇനിയും വലുതാകുന്നേ. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് വിടുക. ഇതിനെ നമ്മൾ വിട്ട് കാണിക്കുവാണേ. ഇതാണ്ടേ ഇതും പോയി ജീവിക്കട്ടെ. ഓ ജെറ്റ് പോലെ പോയി കേട്ടോ. അവൻ ഇതാവും അവനങ്ങ് മൂടി കേട്ടോ മണ്ണിനകത്ത്. അത് ചേട്ടൻ ദൂരെ വിടാ. ഇവിടെ വിടാം. ഓക്കെ വീശിട്ടുണ്ട്. സാധനം കൈ പിടിച്ചോണ്ടാ വരുന്നത്. കിട്ടിയോ? ആയി വാ മാന്തല് മാന്തല് ഇത് കാണിച്ചെണ്ണ പിടയ്ക്കുവോ കേട്ടോ അവൻ. ഇതേണ്ടേ നമ്മൾക്ക് കിട്ടിയ ഞണ്ട്. നമുക്ക് എൻ്റെ കാല ഇങ്ങനെ പിടിച്ച് നോക്കാം. എൻ്റെ ബിജു എന്ന് പറഞ്ഞ ചേട്ടനാണേ. ആ ചേട്ടന് കിട്ടിയ മാന്തലാണേ ഇത്. രണ്ട് വലുത്. അതെ ബാസിച്ചേട്ടന് കിട്ടിയ തെരണ്ടിയാണ്ടോ. നമ്മൾ കിടു എടുക്കുന്നതിനൊക്കെ ട്രിക്കുണ്ടല്ലേ. അല്ലെങ്കിൽ മുള്ളുള്ളൂ അല്ലേ? കാണാം മുള്ളു. അതങ്ങ് പറിച്ചു കളയണം അല്ലേ? അല്ലെങ്കിൽ പറയാനോ കാണും. കുറഞ്ഞേ ഉള്ളൂ അല്ലേ? പറഞ്ഞുള്ളൂ. മുള്ളു കൊണ്ടല്ലേ? മുള്ളു കൊണ്ട് ആശുപത്രി പോയാൽ മതി, നേരെ വീട്ടിലോട്ട് പോകണ്ട. ഇവിടെ മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർ വരാം. അമ്പലപ്പുഴ ഡിവയറിൻ്റെ അവിടുന്ന് പടിഞ്ഞോട്ട് വരുമ്പോഴാണ് ഈ ഒരു ബീച്ച്. ഇവിടെ വന്നാൽ മീൻ ഉറപ്പാണ്. വീശിയ മീൻ ഉറപ്പായിട്ട് കിട്ടും. ചാരപ്പാടാണ് സ്ഥലം. ഇതാ ധൈര്യമായിട്ട് വരാം. വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെ 6 മണി മുതൽ ഒരു 10 മണിക്കുള്ളിൽ വന്നാൽ നല്ലപോലെ മീൻ കിട്ടും. ഓക്കെ, അപ്പം ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ അമ്പലപ്പുഴ പടിഞ്ഞോട്ട് വരണം.